നമസ്കാരം. ഇന്ന് മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണത്തിൻ്റെ വില 11,525. ഇത് ആക്ച്വൽ റേറ്റ് അല്ല. മാർക്കറ്റിൽ സ്വർണ്ണമില്ല. നിങ്ങൾ പോയി ബാങ്കിൽ കാശ് കെട്ടിയാലും പ്യുവർ ഗോൾഡ് വരാൻ നിങ്ങൾക്ക് 15 ദിവസം എടുക്കും. ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റോക്കിനെ തന്നെ റീസൈക്ലിംഗ് ചെയ്യുന്നു. മേക്കിംഗ് ചാർജസ് കൂടുതലിരിക്കും. ഷോർട്ടേജിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കിംഗ് ചാർജസിന് കൂട്ടി. ക്യാഷിൽ ഗോൾഡ് വാങ്ങണമെങ്കിൽ ഇന്ന് 11,725 ഇല്ലാതെ സ്വർണം കിട്ടത്തില്ല. 2,000 രൂപ പ്രീമിയമിൽ തന്നെ വിൽക്കുന്നു മാർക്കറ്റിൽ. അത് 100 ഗ്രാം 200 ഗ്രാം തന്നെ കിട്ടുന്നു. ഇൻഫോർമലായിട്ട് ബാൻ ചെയ്ത് വച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മേക്കിംഗ് ചാർജായിട്ട് കൊടുത്താലും ശരി, എങ്ങനെ കൊടുത്താലും ശരി, ഗോൾഡിൻ്റെ വില 11,725. ഫ്രിൻസ് എന്ന ഒരു വലിയ ജുവലർ എന്ത് പറയുന്നു വെച്ചാൽ, പഴയ ഗോൾഡിനെ വാങ്ങുന്ന സമയം 300 രൂപ പ്രീമിയം കൊടുത്ത് തന്നെ വാങ്ങുന്നു എന്ന് പറയുന്നു. ക്യാഷായിട്ട് വാങ്ങത്തില്ല എന്നും തിരികെ അതിന് പകരം ഗോൾഡ് തന്നെ എക്സ്ചേഞ്ച് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് സെയിൽസ് വന്നിട്ട് പോയ ദസറയ്ക്കും ഈ ദസറയ്ക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ ഫിസിക്കൽ ഗോൾഡിൻ്റെ സെയിൽസ് വന്നിട്ട് 25% കുറഞ്ഞിരിക്കുന്നു. ഗോൾഡ് സെയിൽസ് ഗ്രാമേജിൽ കുറവായിരുന്നാലും വെനിയിൽ കൂടുതൽ കാണിക്കും. എന്തെന്ന് വെച്ചാൽ വില 50% മുകളിൽ കയറിയിരിക്കുന്നു. കാരണം സ്വർണത്തിൻ്റെ വില ആക്ച്വൽ മാർക്കറ്റിൽ 11,725 ആണ്. വിഷ്വൽ റേറ്റ് 11,525 ആണ്. ഇന്നും ഒരു 2,000 രൂപ പ്രീമിയം ഇരുന്നാൽ തന്നെ നിങ്ങൾ മാർക്കറ്റിൽ ഗോൾഡ് വാങ്ങാൻ പറ്റും. സിൽവർ 4% കറക്റ്റായിരിക്കുന്നു. പക്ഷേ ഒരു ഷോർട്ട് സ്ക്യൂസ് ആണ്. പക്ഷേ തിരികെ സിൽവറിൻ്റെ വില കയറും. കമ്പനിയുടെ സിൽവർ ETF-ന് സിൽവർ പ്രൈസിലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഇക്കലായിട്ട് സിൽവർ വാങ്ങുന്നത് കഷ്ടമാണ്. ഗോൾഡും ഇതുപോലെ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ ട്രാക്ക് ചെയ്യുന്നത് കഷ്ടമാണ്. ഇത് ഓവറാളായിട്ട് ഗോൾഡിനെ കുറിച്ചുള്ള ന്യൂസാണ്. അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോൾഡ് ഒരു 1% കയറി. സ്പോട്ടിൽ തന്നെ 4,070 അടുത്ത് വന്നു. സ്പോട്ട് പ്രൈസ് $4,070 ആണ്. എന്നാൽ $2 അതിന് കുറവായിരിക്കുന്നു. ഞാൻ റൗണ്ടാ പറയുന്നു 4,070 എന്ന്. എന്തുകൊണ്ട് കയറുന്നു എന്ന് നിങ്ങൾ നോക്കിയാൽ ട്രംപ് ഭാഗവതറിന് നമുക്ക് നന്ദി പറയാം. എന്ന് പറഞ്ഞാൽ ചൈനയുടെ മേളിൽ മിസൈൽ എടുത്ത് വിട്ടിട്ടുണ്ട്. 100% ടാരിഫ് ചൈനയെ ഒരു വലിയാക്കും എന്നാണ് പറയുന്നവർ. ചൈന തിരികെ എന്ത് പറയണമെന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് പറ്റുള്ളത് നീ ചെയ്യും. നിങ്ങൾ ടാക്സ് ഇട്ടാൽ ഞങ്ങൾക്ക് വേറെ ടൂൾസ് ഇരിക്കുന്നു, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും എന്നാണ് പറയുന്നു. സോ തിരികെ വേൾഡ് ട്രേഡ് വാർ തിരികെ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നു. പക്ഷെ എന്നൊക്കെ ഇടം കൊടുക്കുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഒരു സൈഡ് ട്രൂസ് ഇരുന്നാലും ഇന്നൊരു സൈഡിൽ യുദ്ധം കൂടുന്നു, അതായത് ട്രേഡ് വാർ. ഇത് കാരണം സ്വർണത്തിൻ്റെ വില കയറിക്കൊണ്ടേയിരിക്കുന്നു. ഗോൾഡ് ഇന്നും ഒരു $700 കയറിയെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ടാക്സ് പറഞ്ഞ ആ റേറ്റ് എത്തും. ഞാൻ നിങ്ങൾക്ക് പ്രൈസ് പറഞ്ഞത് 11,500 to 11,750 ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് വാങ്ങണമെങ്കിൽ 11,750 വന്നായി. ഇപ്പോൾ അടുത്ത 6 മാസത്തിൻ്റെ ടാർഗറ്റ് ഇതുപോലെ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ, ട്രംപ് ഭാഗവതർ ബഡ്ജറ്റ് ഡീൽ സംസാരിക്കാതെ ഇരുന്നെങ്കിൽ 2,500 വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് അമേരിക്കയിൽ ഷട്ട് ഡൗൺ കണ്ടിന്യൂ ആയി ഇതുപോലെ ചൈനയിൽ ട്രേഡ് വാറിനെ ഫൈനലൈസ് ചെയ്തെങ്കിൽ ഒരു 700 രൂപ കയറാൻ ചാൻസ് ഉണ്ട്. അത് 6 മാസത്തിൽ അറിയാൻ പറ്റും. ഇപ്പോൾ പക്ഷേ സ്വർണത്തിൻ്റെ വില കുറയാൻ ചാൻസ് ഇല്ല. സ്വർണം ഒരു ദിവസം 2 ദിവസം കുറഞ്ഞെങ്കിൽ ഒരു 100 രൂപ 200 രൂപ കുറയും. 1,750 എന്ന് പറയുന്നത് 2% ടാക്സ്. എയ്തർ മുമ്പേ അപ് ട്രെൻഡാ വാങ്ങും എനിക്ക് മേക്കിംഗ് ചാർജിൽ കയറ്റും. 2% ടാക്സ് പ്ലസ് 3% ഇട്ടുവെങ്കിൽ ഇയർലി 12,500 രൂപയ്ക്ക് ഓൾറെഡി വിറ്റുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാണ് മാർക്കറ്റിലുള്ള ന്യൂസ്. ഞാൻ ഒരു 4-5 ജുവലറിൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. ഗോൾഡ് ട്രേഡിംഗ് ഓഫ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഈ ന്യൂസിനെ പറഞ്ഞ് ഈ ന്യൂസ് വെളിയിൽ മാർക്കറ്റിൽ വന്നു. ട്രംപ് വന്നിട്ട് മിസൈൽ വിട്ടതിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾറെഡിയെ കിടപ്പിലായി. ഇന്ത്യയിലും 95 പോയിന്റ്സ് പ്ലസ്സിലിരിക്കുന്നു. രാവിലെ 100 പോയിന്റ് താഴെ ഓപ്പണായി. ഈ ട്രെൻഡ് കണ്ടിന്യൂ ആകും. ഇന്നേ ജപ്പാനിൽ 1% ഡൗൺ ആണ്. ട്രംപ് ഭാഗവതർ സ്ട്രൈറ്റ് ആയിട്ട് ചൈനയുടെ അടുത്ത് ബൾട്ടി അടിച്ചാൽ തന്നെ മാർക്കറ്റിൽ കയറും. എന്നൊപ്പം ബൾട്ടി അടിക്കുമോ ഇല്ല എന്ന് ഇന്ന് നൈറ്റ് തന്നെ അറിയാൻ പറ്റും. ട്രംപ് റിപ്പോർട്ട്സ് എന്ത് പറയണമെന്ന് വെച്ചാൽ പാതി ബൾട്ടി അടിച്ചു എന്നാണ് പറയുന്നു. ഇത് കാരണം തന്നെ ഇവിടെ 92 പോയിന്റ്സ് ഡൗൺ ആയിരിക്കുന്നു. ഫുൾ ബൾട്ടി എന്ന് പറഞ്ഞാൽ ഈ 92-ലൊന്നും ഇരിക്കത്തില്ല, പ്ലസിൽ പോകും. ഫുൾ ബൾട്ടി കൺഫേം എങ്കിൽ ഇന്നും ഇറങ്ങും. ഇപ്പോൾ മാർക്കറ്റിൽ ഈ സ്റ്റേജിൽ ഇരിക്കുന്നു. ഇതുപോലത്തെ സിറ്റുവേഷനിൽ ടാറ്റ ക്യാപിറ്റലിൻ്റെ ഷെയർ 1% പ്രീമിയമിൽ ലിസ്റ്റ് ആയിരിക്കുന്നു. എല്ലാവരും വിറ്റെങ്കിൽ തിരികെ പിന്നെ നെഗറ്റീവിൽ പോകും അത്. സോ ബിലോ മാർക്കറ്റ് പ്രൈസ് വരാൻ നല്ല ഒരു ചാൻസ് ഉണ്ട്. സിൽവർ ETF-ൽ 4% കുറഞ്ഞിരിക്കുന്നു. പക്ഷേ സിൽവറിൻ്റെ വില കുറയുന്നില്ല. സിൽവർ ETF-ന്റെ ട്രാക്കിംഗ് എറർ കൂടുതലായിട്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പം സിൽവർ ഇല്ല. ഇപ്പം പ്രഷർ കൂടിക്കൊണ്ടേ പോകുന്നു. ട്രംപ് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഈജിപ്തിന് പോകുന്നു. ഈജിപ്തിൽ ഒരു പീസ് കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യുന്നു.
പ്രഥമർ മോഡിയും വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പൊയ്യ എന്ന് അറിയുന്നില്ല. ടാറ്റ ട്രസ്റ്റ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളൊപ്പം ഇരിക്കുന്നത് ഇത് കാരണം റിപ്പബ്ലിക്കിൽ ഒരു റിപ്പോർട്ട് ഇട്ടിരുന്നു. പോലെ ടാറ്റ ആൻഡ് സൺസിന് ഞങ്ങളൊരു പബ്ലിക് ഇഷ്യൂ ഇടും. പക്ഷെ നിങ്ങൾ സന്തോഷമായിട്ട് വെൽക്കം ചെയ്യാം. പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒന്നാണ്. ടാറ്റ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് തന്നെ ഇരിക്കും. നിങ്ങളൊപ്പം ഇരിക്കുന്ന ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസിന് നിങ്ങൾ തന്നെ തീർക്കാം എന്ന് പറഞ്ഞായിരുന്നു. എൻ ചന്ദ്രശേഖർ ഇനിയൊരു എക്സ്ട്രാ ടേം കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അവർ തന്നെ ചെയർമാനായിരിക്കും. അവർ എക്സിക്യൂട്ടീവ് ചെയർമാനായിരിക്കും. എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നു. എക്ഷംസിന് ഇട്ടിരിക്കുന്നു. മാർക്കറ്റ് കയറിയിരിക്കുന്നു. ദിവസം മാർക്കറ്റ് കയറിയ കാരണം 2 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് കയറിയിരിക്കുന്നതായിട്ട് സംസാരിക്കാൻ പെടുന്നു. പക്ഷേ ഇന്ന് അതിൽ 1 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് താഴെ പോവും. TCS എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നിട്ട് $6 ബില്യൺ വന്നിട്ട് AAയിൽ അടുത്ത 5-6 വർഷത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അമേരിക്കയിൽ ലിസ്റ്റായി ഇതുപോലെ AA എന്ന് പറഞ്ഞിരുന്ന വാല്യുവേഷൻ ഭയങ്കരമായിട്ട് കയറിയിരിക്കും. ഇവിടെ വാല്യുവേഷൻ കയറിയില്ല. ഇൻവെസ്റ്റേഴ്സ് വിശ്വസിച്ചില്ല. അവർ പേടിച്ചാണ് ഇരിക്കുന്നു. TCS എന്ത് പറയുന്നത് വെച്ചാൽ H1B വിസ നമുക്ക് അത്ര പ്രത്യേകമൊന്നും ഇല്ല എന്നാണ് പറയുന്നു. ഞങ്ങൾ അതിൻ്റെ ഡിപ്പെൻഡൻസ് ഒക്കെ മുമ്പേ കുറച്ചു. ഇത് കാരണം ഞങ്ങൾ അതിന് വലുതായിട്ട് അഫക്ട് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നു. നാട്കോ ഫാർമ എന്ത് ചെയ്യുന്നു വെച്ചാൽ അഡോക് എന്ന് പറയുന്ന ഒരു കമ്പനിയെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കയിൽ 1890 ഇരുന്ന് 135 വർഷമായിട്ട് മരുന്ന് വെക്കുന്ന കമ്പനിയാണ്. റൂപ്പനസ് ഹൈറസ് കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മീതിയിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഷെയർ ഹോൾഡർ എടുത്തിരിക്കുന്ന സ്റ്റോക്കൊക്കെ അഡ്കോ വാങ്ങി. ട്രേഡേഴ്സ് തന്നെ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ ആയിരിക്കും. പിന്നെ അടുത്ത ഷെയർ ഹോൾഡർ ആയിരിക്കും. ഇതുമൂലം അവർ സൗത്ത് ആഫ്രിക്കയിൽ എൻട്രി വന്നു. സോ ഈ സദേൺ ആഫ്രിക്ക റീജിയൻസിൽ പ്രോഡക്ട്സിന് നാട്കോയുടെ പ്രോഡക്ട്സ് ആയിട്ട് കൊണ്ടുവരും. മാർക്കറ്റ് ചെയ്യാൻ ഇതൊരു വലിയ എൻട്രി പോയിന്റ് ആയിട്ടിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വന്നിട്ട് PR ശേഷാദ്രി എഫക്റ്റ് ആണ്. ഒരു 14 ശേഷം പെട്ടെന്ന് ഒരു 30% കയറ്റിയിരിക്കുന്നു. 31 ഏറിയിരിക്കുന്നു ഷെയറിൻ്റെ വില. 5 രൂപ 6 രൂപയ്ക്ക് വാങ്ങിയവർക്കൊക്കെ ആൾറെഡി 7 മടങ്ങ് കയറിയിരിക്കുന്നു. ഈ 7 മടങ്ങിനെ നോക്കിയാൽ ഗോൾഡിനെ കാട്ടിലും കൂടുതൽ കയറിയിരിക്കുന്നു. ഗോൾഡ് 3000 രൂപയ്ക്ക് 2016 വാങ്ങിയിരുന്നാലും 4 മടങ്ങ് കൂടെ റീച്ച് ആയില്ല. ഇവിടെ 5 രൂപയ്ക്ക് വാങ്ങിയത് 35 രൂപയ്ക്ക് പോയി എന്ന് വെച്ചാൽ ഇപ്പോൾ 7 മടങ്ങാണ് ഏറിയിരിക്കുന്നത്. ഇത് ഇട്ടതിന് ഒരു ഡിവിഡൻഡും ഇയർലി വന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ മണപ്പുറത്തിന് 2007 വാങ്ങിയവർക്ക് 30 80 രൂപയ്ക്കൊക്കെ വാങ്ങിയവർക്കൊക്കെ ഒരു ഭയങ്കര ഒരു നല്ല ലാഭത്തിലാണ് ഇരിക്കുന്നു. അവറേജായിട്ട് 8 പ്രാവശ്യം 9 പ്രാവശ്യം വന്നിരിക്കുന്നു. പോലെ റിട്ടേൺ വന്ന് ഗോൾഡിൽ കറൻസി റിട്ടേൺ തന്നെ വരും. ഈക്വിറ്റിയിൽ മൾട്ടിപ്പിൾ റിട്ടേൺസ് വരും. പക്ഷേ എന്ത് ഷെയറാണ് നിങ്ങൾ വാങ്ങിയെന്ന് പുറത്തിരുന്ന് നോക്കണം. തെറ്റായ ഷെയർ വാങ്ങിയെങ്കിൽ അത് നിങ്ങളെ കഷ്ടപ്പെടുത്തും. ഇവിടെ അങ്ങനെയല്ല. വാങ്ങിയെങ്കിൽ അങ്ങനെ ജോലിയായിട്ട് അകത്ത് വെച്ചിരിക്കാം. ഇപ്പോൾ റിപ്പോർട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ 34,600 ടൺ ഇരിക്കുന്നു എന്നാണ് പറയുന്നു. ഇലോ ഗോൾഡൊക്കെ കോയിലിൽ ഇരിക്കുന്നതൊക്കെ പൊതുസ്വത്താണ്. ഗവൺമെൻറ്റിന് 5 പൈസ ഇല്ല. അതിൽ ഗവൺമെൻറ്റിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇരിക്കുന്ന ഗോൾഡ് മാത്രം തന്നെ അവരത്. റൂസ്വെൽറ്റ് പോലെ ഗോൾഡിനെ സീസ് ചെയ്യാൻ നോക്കി. എല്ലാവരും തങ്കത്തിനെ കുഴി തോണ്ടി പുതയ്ക്കുമ്പോൾ അല്ലാതെ ആരും കൊടുത്തില്ല. കിലോ എന്ന് പറയുന്നത് 1.25 കോടി രൂപയാണ്. ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോ. ഇന്ദുജ എന്ത് പറയണമെന്ന് വെച്ചാൽ അവർ തമിഴ്നാട്ടിൽ വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണു എന്നും, അതായത് ഇനി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇലക്ട്രിക്കൽ വെഹിക്കിളാണ് ചെയ്യാൻ പോകണമെന്നും പറഞ്ഞിട്ടുണ്ട്. അവർ വന്നിട്ട് പാസഞ്ചർ വെഹിക്കിൾ ചെയ്യാൻ പോകുന്നതില്ല, കമേഴ്ഷ്യൽ വെഹിക്കിളാണ് ചെയ്യാൻ പോകുന്നു. കമേഴ്ഷ്യൽ വെഹിക്കിൾ തന്നെ ഫ്യൂച്ചേഴ്സ് വന്നിട്ട് ഇലക്ട്രിക് വെഹിക്കിളിലാണ് എന്ന് ഹിന്ദുജ പറഞ്ഞിരിക്കുന്നു. DMart Q2 റിസൾട്ട് വന്നിരിക്കുന്നു. പക്ഷെ ആ റിസൾട്ട് ശരിയല്ല. 4% തന്നെ പ്രോഫിറ്റ് കയറിയിരിക്കുന്നു. പറഞ്ഞതുപോലെ സിംഗിൾ ഡിജിറ്റ് പ്രോഫിറ്റ് കയറിയെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ വില ഒന്നും കയറത്തില്ല. ഇന്ന് വന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നു. പട്ടാസ് ലിസ്റ്റ് നോക്കി ഏത് കുറവായിരിക്കുന്നു അതിൽ 1 2 എന്ന് എടുത്തിട്ടോ. പിന്നെ മുകളിൽ വേണ്ട. ടാറ്റ മോട്ടോഴ്സ് ഇറങ്ങിയിരിക്കുന്നു. വാങ്ങിയെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. 10 വർഷത്തിൽ നല്ല റിട്ടേൺ കൊടുക്കും. ഒരു കമ്പനിയായിട്ട് പിടിയുക. 2 കമ്പനി 5 മടങ്ങ് 6 മടങ്ങായിട്ട് കയറും. ഇത് രണ്ടിലും ഏതെങ്കിലും ഒരു കമ്പനി 10 മടങ്ങിൻ്റെ മുകളിൽ കയറും. കാരണം കൺസിഡർ ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇതാണ് ഇന്നുള്ള ന്യൂസ്. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.